ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്ത് പോവാത്ത പഴം എടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള പഴുത്ത പഴം എടുക്കുക. എന്നിട്ട് ഇതേപോലെ നീളനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു നുള്ളു മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. കളർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാത്തല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം പാലും കൂടി ചേർത്ത് കൊടുക്കണം. പാലിപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്താൽ മതിയാവും. ഇനി ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഈ ഒരു ലൂസിലാണ് ഇരിക്കേണ്ടത്. ഒരുപാട് തിക്കാവരുത്, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു ബാറ്റർ ആക്കിയിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം. പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ 2-3 സ്ലൈസ് ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചാലും മതി. ഇനി ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഈ മാവിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാതും ഓരോന്നെടുത്ത് നന്നായിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തതിന് ശേഷം പൊരിക്കാൻ നിന്നാൽ മതി. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു പഴംപൊരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതെ, ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് സമയമൊന്നും ഇത് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇത് ഞാനിവിടെ കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ എപ്പോഴും പഴമൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരിയാണല്ലേ ഉണ്ടാക്കുക പെട്ടെന്ന്. അപ്പോൾ അതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക, പഴംപൊരിനേക്കാളൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് കഴിക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് റെസിപ്പികൾ സ്നാക്സിൻ്റെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്